Dear students, good morning. നമ്മളിപ്പം തേർഡ് സെമസ്റ്ററിലെ കോംപ്ലിമെന്ററി ബോട്ടണിയിലെ ഒരു പുതിയ പേപ്പറിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേപ്പറിന്റെ പേര് തന്നെ ആൻജിയോസ്പേം മോർഫോളജി അനാറ്റമി ആൻഡ് സിസ്റ്റമാറ്റിക്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള പേപ്പറിന്റെ പേര് നിങ്ങൾക്കറിയാം. അത് ലോവർ ഗ്രൂപ്പ്സ് ആയിരുന്നു അല്ലേ. അതിൽ നമ്മൾ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, പാലിയോ ബോട്ടണി ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ദിസ് പർട്ടിക്കുലർ സെമസ്റ്റർ ഈസ് എക്സ്ക്ലൂസീവ്ലി മെൻ ഫോർ ഹയർ പ്ലാന്റ്സ്, ദാറ്റ് ഈസ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മോർഫോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇതിന്റെ മോർഫോളജി എന്നാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേര്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ലീഫ്, സിമ്പിൾ, കോമ്പൗണ്ട്, വീനേഷൻ ആൻഡ് ഫിലോടാക്സി. ഇപ്പൊ ലീഫ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മോർഫോളജിക്കൽ പാർട്ട്, അത് ലീഫ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ലീഫിന്റെ മുകളിലുള്ള വീനേഷൻ എന്താണ്, അതേപോലെ എങ്ങനെയാണ് ലീഫ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ, ഓപ്പോസിറ്റ്, ഡെക്യൂസേറ്റ്, ആൾട്ടർനേറ്റ്, അങ്ങനെയുള്ള ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ടൈപ്പുകൾ അവിടെ ഉണ്ട്. That we will discuss. Then inflorescence എന്ന് പറഞ്ഞാൽ ഫ്ലവറിന്റെ ഗ്രൂപ്പിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. അതിൽ പല ടൈപ്പ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. റെസിമോസ് ഉണ്ട്, സൈമോസ് ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്ലവർ ആസ് മോഡിഫൈഡ് ഷൂട്ട്. ഫ്ലവർ എങ്ങനെയാണ് മോഡിഫൈഡ് ഷൂട്ടായി എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് ഫ്ലവർ, ഫ്ലോറൽ പാർട്സ്, their arrangement, relative position, cohesion and adhesion of floral parts, symmetry of flowers, types of estivation and placentation, floral diagram and floral formula, fruits, classification, fruit classification, simple fruit, aggregate fruit and multiple fruit. ഇത്രയും വ്യാപൃതമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോർഫോളജി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ് വെൽ ആസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ദൈനംദിനമായിട്ട് ബന്ധപ്പെടുന്ന കുറെ കാര്യങ്ങളെ മൈന്യൂട്ട് ലെവലിലേക്ക് നമ്മൾ ഒബ്സർവേഷൻ നമ്മൾ കൊണ്ടെത്തിക്കാൻ പോലും കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇൻ വിച്ച് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പാർട്ട് ഓഫ് ലീഫ്. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ മോർഫോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. ഒരു പ്ലാന്റിന്റെ മോർഫോളജിക്കൽ പാർട്ട് എന്ന് പറയുന്നത് അവിടെ റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും, സീഡ് ഉണ്ടാവും. ഇവിടെ നോക്കൂ, ദിസ് ഈസ് ആക്ച്വലി ദ ഫ്ലവർ. ഈ ഫ്ലവർ കൂടാതെ അവിടെ ഫ്രൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഈ മൊത്തം പാർട്ടിനെ നമ്മൾ ഷൂട്ട് എന്ന് പറയാം. ഇനി ഇവിടെ റൂട്ട് ഉണ്ട്, ഈ റൂട്ട് അതേപോലെ തന്നെ പ്രൈമറി റൂട്ട് ഉണ്ട്, സെക്കൻഡറി റൂട്ട് ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ റൂട്ട് സിസ്റ്റം എന്നും പറയും. അപ്പൊ ഷൂട്ട് സിസ്റ്റം ഉണ്ട്, റൂട്ട് സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടുകൂടിയും ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. സോ ഷൂട്ട് സിസ്റ്റം വിച്ച് കണ്ടെയ്ൻ ദ ലീഫ്, the flower, the fruit, etc. So here in this part the first topic is leaf. That is a morphology of leaf. We are going to discuss about leaf morphology. നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇതാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്ലവറിംഗ് പാർട്സിന് വളരെ പ്രധാനപ്പെട്ട ഇത്രയും സ്ട്രക്ചർ ഉണ്ട്. റൂട്ട് സ്ട്രക്ചർ ഉണ്ട്, ഷൂട്ട് സ്ട്രക്ചർ ഉണ്ട്, ദെൻ വെജിറ്റേറ്റീവ് പാർട്ട് ഉണ്ട്. ഇതാണ് അതിന്റെ ഫ്രൂട്ട്. കുറച്ചുകൂടി എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഒരു സ്ലൈഡാണ് ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ആക്ച്വലി റൂട്ട് സിസ്റ്റം? ഹോമോജീനിയസ് കൺസിസ്റ്റ് ഓഫ് റൂട്ട്സ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഹോമോജീനിയസ് കൺസിസ്റ്റ് ഓഫ് സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ്, എക്സെട്ര. Then vegetative parts, reproductive parts which promote nutrition and growth. Root, stem, leaf, etc. are the most important vegetative part. Responsible for reproduction, flowers. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. റീപ്രൊഡക്ഷന് പോലും ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്ന ഫ്ലവർ ഒക്കെ. ഫ്ലവർ നമുക്കറിയാലോ, അത് വെജിറ്റേറ്റീവ് പാർട്ടാണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ മെയിൻറ്റെയിനിങ് ദ ന്യൂ ജനറേഷൻസ്, ഓർ വി ക്യാൻ സേ ദാറ്റ് പുതിയ ജനറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേ ഹാവ് ടു കീപ് ദ ഹിസ്റ്ററി, ദേ ഹാവ് ടു കീപ് ദ ജനറേഷൻ. ഇപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് എന്താണ്? നമ്മളെ മുമ്പിൽ നമുക്കൊരു പാരന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കറക്റ്റ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നതിന് തെളിവ് നമ്മളൊരു തലമുറയുടെ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് ശേഷം മറ്റൊരു തലമുറ വരുമ്പോൾ പറയും, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. So we can say that the reproduction is the most important thing which always maintaining or sustaining in the generations. So the particular part, that is vegetative parts, which make generations. So this part is very important. That is a vegetative part. അപ്പം അത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാർട്ടാണ് വെജിറ്റേറ്റീവ് പാർട്ട്. ആ പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പാർട്സ്. ഈ വെജിറ്റേറ്റീവ് പാർട്സിൽ വെജിറ്റേറ്റീവ് ബഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ടൈപ്പ് ബഡ് ഉണ്ട്. ഇവിടെ നോക്കാം, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യങ് ഷൂട്ട് കണ്ടെയ്നിങ് യങ് ലീഫ്.
യങ് ഷൂട്ട് കണ്ടെയ്നിങ് യങ് ഷൂട്ടിൽ ഒരു യങ് ആയിട്ടുള്ള ലീഫ് ഉണ്ടാവും. ദർ ആർ 2 ടൈപ്പ് ഓഫ് ബഡ്. അതിൽ വെജിറ്റേറ്റീവ് ബഡ് ഉണ്ട്, ബഡ്സ് വിച്ച് ഡെവലപ്പ് ഇൻ ടു ബ്രാഞ്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബഡ് ഉണ്ട്. ദെൻ ഫ്ലോറൽ ബഡും ഉണ്ട്. അപ്പൊ ഇവിടെ വെജിറ്റേറ്റീവ് ബഡിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ലീഫിന് ഒരു ബഡ് ഉണ്ടാവും. ആ ബഡ് തന്നെയാണ് ലീഫ് സ്ട്രക്ചറായി മാറുന്നത്. അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് എന്താവും, ഫ്ലവർ ആവും. ഓക്കെ, അപ്പൊ വെജിറ്റേറ്റീവ് പാർട്ട് ലീഫ് എന്ന് പറയുന്നത് ഫ്ലവർ ആയിട്ട് മാറാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ബഡ് പലപ്പോഴും ലീഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു അപ്പിക്കൽ വെജിറ്റേറ്റീവ് ബഡിന്റെ അപ്പിക്കൽ ടെർമിനൽ ബഡ് നമുക്ക് നോക്കാൻ പറ്റും. ഇത് നമുക്കറിയാം, ഇത് ആക്സിലറി ബഡ് ആണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് ഉണ്ടാവും. ഇത് ചിലപ്പോൾ ഇവിടെ സ്റ്റെം ഒരു ബ്രാഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ഇവിടെ ഡെവലപ്പ് ചെയ്യാം. ഇത് ലീഫാണ്, ലീഫിന് ഒരു പീറ്റിയോൾ ഉണ്ട്. ദാറ്റ് യു വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് വെജിറ്റേറ്റീവ് ബഡ് 2 ആയിട്ട് മാറാം. അതൊന്ന് ഫ്ലോറൽ ബഡ് ആവാം, അതല്ലെങ്കിൽ ലീഫ് ബഡ് ആവാം. ലീഫ് ബഡ് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ എന്താവും, ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ലീഫ് ആവാം. അതല്ലെങ്കിൽ ലീഫ് ബഡ് എന്ത് ചെയ്യാം, ഫ്ലോറൽ ബഡിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മോർഫോളജിക്കൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ബഡ്. ഓക്കെ, ആ ബഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലീഫിന് ജന്മം കൊടുക്കുന്നത്. ഇതാണ് നോർമലി ഒരു ലീഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ലീഫിനെ നോക്കുകയാണെങ്കിൽ ലീഫിന് പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഒരു ലീഫ് പ്രൊജക്ട് ചെയ്യുക. ഇതിന്റെ പേര് പീറ്റിയോൾ എന്നാണ്. ചില സമയത്ത് പീറ്റിയോൾ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ലീഫിനെ നമ്മൾ സെസൈൽ ലീഫ് എന്നാ പറയാം. ലീഫിന് ഒരു ബേസ് ഉണ്ട്. ഇവിടെ ലാമിന ഓർ ബ്ലേഡ് ഉണ്ട്. ഇവിടെ പ്രൈമറി വെയിൻസ് കാണാം, സെക്കൻഡറി ലാറ്ററൽ വെയിൻസ് കാണാം, ലീഫ് മാർജിൻ കാണാം, അതേപോലെ തന്നെ അപ്പെക്സും കാണാം. ഇത്രയും പാർട്ടാണ് ഒരു ലീഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഇനി എന്തൊക്കെയാണ് ലീഫിന്റെ ഫങ്ഷൻസ്? മാനുഫാക്ചർ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. എന്താണ് ഇത്? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ലീഫിൽ വെച്ചുകൊണ്ടാണല്ലോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്യാസ്, എയർ എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു, എയർ എക്സ്ചേഞ്ച്, റെസ്പിറേഷൻ. പെർഫെക്റ്റ് വെജിറ്റേറ്റീവ് ആൻഡ് ഫ്ലോറൽ ബഡ്സ്. വാട്ടർ ട്രാൻസ്പോർട്ട്, ദെൻ ട്രാൻസ്പിറേഷന് സഹായിക്കുന്നു. സ്റ്റോർ ഫുഡ് മെറ്റീരിയൽ ഡ്യൂറിങ് ജെർമിനേഷൻ. അപ്പം ജെർമിനേഷൻ സമയത്ത് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ പോലും അല്ലെ ലീഫിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ചെറിയൊരു വിത്ത് നമ്മൾ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് സ്വന്തമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ മണ്ണിൽ നിന്ന് ലവണങ്ങൾ വലിച്ചെടുക്കാൻ പറ്റൂല. ആ സമയത്ത് ലീഫാണ് ഈ വളരുന്ന ജെർമിനേറ്റ് ചെയ്യുന്ന സീഡിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ ഒരു പുതിയ തലമുറ ഉണ്ടാക്കാൻ വേണ്ടി എത്രമേൽ സഹായിക്കാൻ പറ്റുമോ അത്രമേൽ ഈ പറയുന്ന ലീഫ് ചെടികളെ, ഈ പറയുന്ന വിത്തിനെയൊക്കെ സഹായിക്കും. സോ ദ ലീഫ് ഈസ് ദ മോസ്റ്റ് പ്രോമിനന്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. വിത്തൗട്ട് ദ ലീഫ് വി കാൺട്ട് കൺസ്യൂം എനിത്തിങ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ പത്തിരി കഴിക്കുമ്പോൾ, നമ്മൾ ഉച്ചയ്ക്ക് ചോറ് തിന്നുമ്പോൾ ഈ ലീഫിനെ കുറിച്ച് ഒന്ന് ഓർത്തേക്കണം കേട്ടോ. എന്താണെന്നറിയോ, ഈ ലീഫിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഈ പറയുന്ന ലീഫിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഫുഡ് നമ്മൾ ഈ പറയുന്ന അരിമണികളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന സൂര്യപ്രകാശത്തിന് നേരെ ഇങ്ങനെ ഏത് വെയിലത്തും ഇങ്ങനെ നിവർന്നു നിന്നുകൊണ്ട് സൂര്യപ്രകാശത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോർഫോളജിക്കൽ പാർട്ടിന്റെ പേരാണ് ലീഫ് എന്ന് പറയുന്നത്. ക്ലിയർ? See, this is the most important peculiar part of flower that we have already mentioned. See, ഇതാണ് ലീഫ്. നമുക്ക് ഇതിന് ലീഫ് ബേസ് എന്ന് പറയാം, പീറ്റിയോൾ എന്ന് പറയാം, വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ് ഉണ്ട്, ലാമിന ഉണ്ട്. ഇതാണ് ലാമിന എന്ന് പറയുന്ന ബ്രോഡ് പോർഷൻ. ഇതിന് ഈ പറയുന്ന മോൾ പോർഷനെ, മുകളിലുള്ള ഭാഗത്തിനെ നമുക്ക് എപ്പിപോഡിയം എന്ന് പറയാറുണ്ട്. ഇനി ഇതിന്റെ അടിയിൽ കാണപ്പെടുന്ന ഈ പോർഷനെ നമുക്ക് മീസോപോഡിയം എന്ന് പറയാറുണ്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി എപ്പിപോഡിയം ആൻഡ് മീസോപോഡിയം? എപ്പിപോഡിയം എന്ന് പറയുന്നത് മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ലീഫിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആണ്. മീസോപോഡിയം എന്ന് പറയുന്നത് അടിഭാഗത്ത് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇവിടെ പീറ്റിയോൾ ഉണ്ട്, മീസോപോഡിയം ഉണ്ട്, ദെൻ ലീഫ് ബേസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് വി ക്യാൻ സേ ദാറ്റ് വീനേഷൻ. ലീഫിന്റെ മുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് വീനേഷൻ എന്ന് പറയുന്നത്. അല്ലെ, പല രീതിയിലുമായിരിക്കും ലീഫിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും പ്ലാന്റിനെ തന്നെ 2 കാറ്റഗറി ആയി തിരിച്ചിരിക്കുന്നത് ലീഫിന്റെ സ്ട്രക്ചർ ആണ്. വെദർ ഇറ്റ് മേ ബി ദ ഡൈക്കോട്ട് ഓർ മോണോക്കോട്ട്. ഡൈക്കോട്ട് എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. മോണോക്കോട്ട് എന്ന് പറയുന്നത് എന്താണ്? പാരലൽ വീനേഷൻ ആണ്. അപ്പോൾ റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധ്യമാവുന്നു. അപ്പൊ എന്തൊക്കെ ടൈപ്പ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്? പലതരത്തിലുള്ള വീനേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ആർക്യൂട്ടേറ്റ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ആർക്യൂകെ. We can say that the first one is called arcuate. That is, we can say that particular veins are arranged here in the form. Then cross venulate. Then another one is dichotomous. The detail ആയിട്ട് നമ്മൾ പറയും. Then another one longitudinal. Then palmate. Then parallel. Then pinnate. Then reticulate and rotate. These are some of the most important type of venation. Venation is nothing but
It is a vein or vascular structure which is present in the leaf. ലീഫിന്റെ മുകളിലുള്ള വാസ്കുലർ സ്ട്രക്ചേഴ്സ് ആണിത് അല്ലേ. നമ്മൾ യഥാർത്ഥത്തിൽ ഈ സാധനം സൈലവും ഫ്ലോയും തന്നെയാണ്. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പെർട്ടിക്കുലർ ഷേപ്പ് ആണ് പല ടൈപ്പിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡൈക്കോട്ടോമസ്, ദെൻ വെനുലേറ്റ്, arcuate etc. are the most important type of venation. അല്ലേ, വളരെ ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണ് എത്രയാണ് റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും അല്ലേ. റെറ്റിക്കുലേറ്റ് വീനേഷൻ ഏതൊക്കെയാണ്? ഒന്ന് കൺവർജന്റ് ആൻഡ് ഡൈവർജന്റ്, ദെൻ യൂണിക്കോസ്റ്റേറ്റ് ആൻഡ് മൾട്ടിക്കോസ്റ്റേറ്റ്. ഇതാണ് യൂണിക്കോസ്റ്റേറ്റ് ആൻഡ് ദിസ് ഇസ് മൾട്ടിക്കോസ്റ്റേറ്റ്. അങ്ങനെ രണ്ട് ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. സോ ഓൾ ദീസ് ആർ കോൾഡ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. റെറ്റിക്കുലം പോലെ ഇങ്ങനെ ഒരു പരന്ന് കിടക്കുന്ന എല്ലാത്തും ബ്രാഞ്ച് പോലെ കാണുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് വീനേഷനെയാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഹിയർ വി ക്യാൻ സേ ദാറ്റ് പാരലൽ വീനേഷൻ, നമ്മൾ സാധാരണ വാഴന്റെ ഇലയിലൊക്കെ കാണുന്നത് പാരലൽ വീനേഷൻ ആണ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് പാരലൽ ആയിട്ടാണ് ലീഫിനെ നമുക്ക് വെയിൻസിനെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് യൂണിക്കോസ്റ്റേറ്റ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് കോൺവെർജന്റ്, ദിസ് ഇസ് കോൾഡ് ഡൈവേർജന്റ്. അങ്ങനെ പല രീതിയിലുള്ള വീനേഷൻ നമുക്ക് കാണാൻ പറ്റും. പനന്റെ ഇലയൊക്കെ, പനയുടെ ഇലയൊക്കെ നമുക്ക് ഈ രീതിയിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കൺവെർജന്റ്, divergent. So this is called convergent. അങ്ങനെ പല ടൈപ്പ്. This is called unicost. So we can see different forms of venation which is present in both monocot and dicot plants. This is actually a original leaf. You can see the simple leaf. You can see the venation also. This is called a compound leaf, where you can see the different type of leaflets. Okay. Then what are the important type of leaf? First one is called palmately compound leaf. Palmately compound ആയിട്ടുള്ള ലീഫ് ഏതൊക്കെ നമുക്ക് നോക്കാം. യൂണിഫോളിയേറ്റ്, എക്സാമ്പിൾ സിട്രസ്, ഒറ്റ ലീഫ് മാത്രമേ കാണാൻ പറ്റൂ, അതിലെ പീറ്റി ഉള്ളത്. ദെൻ ബൈഫോളിയേറ്റ്, ഗുൽമോഹർ, ഗുൽമോഹർ ആണ്, രണ്ട് സൈഡിലേക്കും നമുക്ക് കാണാൻ പറ്റും. ദെൻ ട്രൈഫോളിയേറ്റ്, ദാറ്റ് ഈസ് ട്രൈഫോളിയം എന്ന് പറയുന്ന ലീഫ് ഇവിടെ കാണാൻ പറ്റും. ദിസ് ഈസ് ദ തേർഡ് വൺ. ദിസ് ഇസ് കോൾഡ് കോഡിഫോളിയേറ്റ്, എക്സാമ്പിൾ പെനിസ് കോഡിഫോളിയം, അതേപോലെ തന്നെ ഓക്സാലിസ് കോഡങ്കുലാരിസ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന കോഡിഫോളിയേറ്റ് ടൈപ്പ് ലീഫാണ്. എക്സാമ്പിൾ പെനിസ് കോഡിഫോളിയം. ദെൻ മൾട്ടിഫോളിയേറ്റ്, എക്സാമ്പിൾ കോട്ടൺ ട്രീ, മൾട്ടിഫോളിയേറ്റ് ആയിട്ടുള്ള ലീഫാണ്. അത് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനെല്ലാം കൂടി നമ്മൾ പറയുന്നതാണ് പാമേറ്റ്ലി കോമ്പൗണ്ട്. ദെൻ ചില ലീഫ് മോഡിഫൈ ചെയ്യാറുണ്ട് പലപ്പോഴും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. സം ലീഫ് വിച്ച് ആർ മോഡിഫൈഡ് ഇൻ ടു ലീഫ് സ്പൈൻ, ലീഫിന്റെ മുകളിൽ ചെറിയ ചെറിയ ഈ പറയുന്ന മുള്ളുകൾ ഉണ്ടാവും, ലീഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. മറ്റൊന്ന് ലീഫ് ടെൻഡിൽസ് അല്ലെ, ചില സമയത്ത് വള്ളികൾ ഇങ്ങനെ പ്ലാന്റിന്റെ മുകളിൽ പറ്റിപ്പിടിച്ച് പോകണ കാണാം. ഈ വള്ളികൾക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ച് പോകാൻ കാരണം അതിന് ഒരു ടെൻഡിൽസ് ഉള്ളത് കൊണ്ടാണ്. ദെൻ ലീഫ് ഹുക്സ് ഉണ്ട്, ലീഫിന്റെ മുകളിൽ ഹുക്ക് പോലെയുള്ള ചെറിയ ഇങ്ങനെയുള്ള ഒരു ആകൃതിയുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ചിലത് ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് കാണാൻ പറ്റും. അല്ലെ, നമ്മൾ പണ്ട് ടീച്ചേഴ്സ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചൂരൽ എന്ന് പറയുന്ന പടിയുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ അത് പറയാൻ പറ്റും. ദെൻ ഫില്ലോഡ്, അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് കോൾഡ് ഫില്ലോഡ്. ഫില്ലോഡ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ലീഫ് സ്പൈൻസ്, ലീഫ് ടെൻഡ്രിൽസ്, ലീഫ് ഹൂക്സ് ആൻഡ് ഫില്ലോഡ്, ദിസ് ആർ ദ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ലീഫ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫില്ലോടാക്സി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഈസ് അറേഞ്ച്മെന്റ്സ് ഓഫ് ലീഫ് ഓൺ ദ സ്റ്റെം ഓർ പീറ്റിയോൾ ഈസ് കോൾഡ് ഫില്ലോടാക്സി. അത് വളരെ പ്രധാനപ്പെട്ട ചില ടൈപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. These are some of the most important type of phyllotaxy. They are alternate, odd pinnate, perfoliate, tripinnate, bipinnate, opposite, rosette, unifoliate, even pinnate, peltate, trifoliate and whorled. These are some of the most common and important type of phyllotaxy. അതിൽ alternate എന്ന് പറയുന്നതാണ്, alternate ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു, ഒന്നുവിടാണ് മറ്റൊന്നുവിടെ. Then odd pinnate, വളരെ ക്ലിയർ ആയിട്ടില്ല, leaflets in rows, one at the top. ദെൻ പെർഫോളിയേറ്റ്, ഇത് ടൈപ്പ് പലതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളൊരു ഒരു മൈലെണ്ണ എന്ന് പറയുന്ന ഒരു പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇടവഴിയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ അതിന്റെ മതിലുകളിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് പ്ലാന്റ് ഉണ്ടാവും. ആ പ്ലാന്റിലൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ലീഫ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് പെർഫോളിയേറ്റ്. ദെൻ അനദർ വൺ ഈസ് കോൾഡ് ട്രൈപിന്നേസ്. ഓക്കെ, ലീഫ്ലെറ്റ്സ് ആൾസോ ബൈപിന്നേറ്റ്. ഓക്കെ, അതെല്ലാം കൂടി ഒരു പർട്ടിക്കുലർ ഫാഷനിൽ ഫീൽ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രൈപിന്നേറ്റ്. ഓരോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, യു ക്യാൻ സീ ഹിയർ ഇൻ ഡീറ്റെയിൽ. ലീഫ്ലെറ്റ്സ് ആൾസോ പിന്നേറ്റ്, ബൈപിന്നേറ്റ് ആണ്. ദെൻ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് ആയിട്ട് ലീഫുകൾ അറേഞ്ച് ചെയ്യുന്നു. Then rosette, leaflets in right circular ring. Then unifoliate, having a single leaf. Even pinnate, okay, in rows, two at tip. Then peltate, then stem attached centrally. ഇപ്പൊ നമ്മൾ ചെമ്പിന്റെ ഒക്കെ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് അതിന്റെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ്. ഇപ്പൊ പനയുടെ ഒക്കെ ഇലയിലൊക്കെ നമുക്ക് പെൽറ്റേറ്റ് ലീഫ് കാണാൻ പറ്റും. ദെൻ ട്രൈഫോളിയേറ്റ്, ternate, whorled, ring of 3 or more leaves are get together to form whorled type of phyllotaxy. Whorled phyllotaxy നമ്മൾ അതിന് പറയാം. So these are some of the most common type of leaf arrangement on the petiole or in the stem.
So this is the basic